Hello, dear friends. Hello, my dear students. Today we are going to discuss the topic repair of DNA. റിപ്പയർ ഓഫ് ഡി എൻ എ നമ്മൾ ഇപ്പോൾ റെപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ റെപ്ലിക്കേഷൻ കൃത്യമായി പഠിച്ച ശേഷം മാത്രം റിപ്പയർ ഓഫ് ഡി എൻ എ വായിച്ച് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. സോ ഒരു ഡി എൻ എ നമുക്കറിയാം. ഡി എൻ എ ഈസ് എ ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ. It has nitrogen base pairs. A DNA structure contains three important components. One is sugar, and the second one is phosphate, and the third one is nitrogen bases. In the structure of DNA, sugar and phosphate join together. Sugar and phosphate join together form a sugar phosphate backbone, and nitrogen bases are arranged perpendicular to the sugar phosphate backbone. Okay, nitrogen bases are arranged perpendicular to the sugar phosphate backbone, and these nitrogen bases are connected by hydrogen bonds. ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറാണ്. സോ ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറിൽ രണ്ട് സൈഡിൽ നൈട്രജൻ ബേസുകൾ വന്നിട്ട് ഡബിൾ ഹൈഡ്രജൻ ബോണ്ടുകൾ വഴി കണക്ട് ചെയ്യുന്നു. Double hydrogen bond is in the case of AT base pairing, and triple hydrogen bond in the case of CG base pairing. So അവിടെ ഒരു ബേസ് പെയറിംഗ് ഉണ്ട് പ്രോപ്പറായിട്ട്, AT-CG. അപ്പോൾ ആ AT-CG ബേസ് പെയറിങ്ങിൽ എന്തെങ്കിലും മിസ്മാച്ച് വരാം. AT-CGക്ക് പകരം AC-GT ബേസ് പെയറിങ് അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അത് ഒരു മിസ്മാച്ചാണ്. അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ളൊരു ന്യൂക്ലിയോടൈഡുകൾ മിസ്സാവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഡി എൻ എ നമുക്ക് പറയാം ഡി എൻ എ ഗോട്ട് ഡാമേജ്ഡ്. സോ ഡി എൻ എ ഡാമേജ് മസ്റ്റ് ബി റിപ്പയർഡ്, ബിക്കോസ് ഡി എൻ എ ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എൻ എ വി നോ ദാറ്റ് ഇറ്റ്സ് ജനറ്റിക് മെറ്റീരിയൽ. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾ ദ ഇൻഫർമേഷൻ കണ്ടെയ്ൻ ഇൻ ദി ഡി എൻ എ, ഇൻഫർമേഷൻ പ്രസൻറ്റ് ഇൻ ദ ഡി എൻ എ, ദാറ്റ് മസ്റ്റ് ബി സ്റ്റേബിൾ. അതർവൈസ് എന്ത് സംഭവിക്കും? ആ ഡി എൻ എയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ദാറ്റ് റിസൾട്ട്സ് മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു എൻറ്റയർ ചേഞ്ചിലേക്ക്, ആ ഓർഗാനിസം തന്നെ മാറുന്നതിന് കാരണമാവും. അപ്പോൾ അതുകൊണ്ട് ഡി എൻ എയിലുണ്ടാകുന്ന എന്ത് വ്യത്യാസങ്ങളും അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കണ്ടുപിടിച്ച് അത് റിപ്പയർ ചെയ്ത് ക്ലിയറാക്കി എടുക്കണം. അതിനുള്ള ആ മെക്കാനിസം നമ്മൾ വിളിക്കുന്നത് റിപ്പയർ ഓഫ് ഡി എൻ എ റിപ്പയർ മെക്കാനിസം. So DNA repair mechanism is used for repairing damaged DNA. ഇനി അതിൻ്റെ റേറ്റും നമുക്ക് നോക്കാം. എത്രത്തോളം റിപ്പയർ നടക്കുന്നത്, എത്രത്തോളം ഡാമേജ് നടക്കുന്നുണ്ട് ഈ ഒരു ഡി എൻ എയിൽ. റേറ്റ് ഓഫ് ഡാമേജ് ഓഫ് ഡി എൻ എ ഇൻ എ സെൽ ഈസ് അപ്രോക്സിമേറ്റ്ലി 1 event per billion. 1 ബില്യൺ ന്യൂക്ലിയോടൈഡ്സ് ഒരു മിനിറ്റിൽ ഫോം ചെയ്യുമ്പോൾ അതിൽ ഒരെണ്ണമൊക്കെ എന്തുണ്ടാവുള്ളൂ? ഡാമേജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഫുൾ റെപ്ലിക്കേഷൻ നടക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു ദിവസം ഫുള്ളായിട്ട് റെപ്ലിക്കേഷൻ നടക്കുകയാണ്. അങ്ങനെ റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ടാവുന്നു, അതിൽ ആ ന്യൂക്ലിയോടൈഡിൽ ഒരു 1000 എണ്ണത്തിന് മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? അവിടെ ഈ പറഞ്ഞ ഡാമേജ് നടക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ വളരെ കുറവാണ്. ഓക്കെ, സോ വെൻ വി കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഡാമേജ് ഇൻ എ ഇയർ, ഇപ്പോൾ മിനിറ്റിൽ നമ്മൾ പറഞ്ഞു, ഇയർ കഴിഞ്ഞു, ഡേ പറഞ്ഞു, ഒരു ഇയറിൽ കണക്ക് കൂട്ടുക എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഹ്യൂജ് നമ്പർ. ബട്ട് ഓൺലി ഫ്യൂ ഡാമേജസ് വിൽ ബി സ്റ്റേബിൾ ആൻഡ് ഫോംസ് മ്യൂട്ടേഷൻ, ആൻഡ് ദ റെസ്റ്റ് ആർ എലിമിനേറ്റഡ് ബൈ എൻ എഫിഷ്യൻറ്റ് ഡി എൻ എ റിപ്പയർ സിസ്റ്റം ഇൻ ദ സെൽ. ഓക്കെ, സോ ഇൻ അവർ ബോഡി വി ഗോട്ട് എൻ എഫിഷ്യൻറ്റ് ഡി എൻ എ റിപ്പയർ സിസ്റ്റം that repair almost all damages except a few. അങ്ങനെയുള്ള ആ ഒരു ഡി എൻ എ റിപ്പയറിന് അവിടെ ഡിഫറെൻറ്റ് റിപ്പയറിംഗ് മെക്കാനിസം ഉണ്ട്. സം ഓഫ് ദം ആർ ഗിവൺ ബിലോ. ദ നമ്പർ 1 ഈസ് proofreading by DNA polymerase. Number 1 is proofreading by DNA polymerase. Number 2 is photoreactivation. It's also known as light repair. Third one is nucleotide excision repair. Fourth one, base excision repair.
and the fifth one is mismatch repair, sixth one is recombination repair, and seventh SOS repair. We will be going through all these different type of mechanism. അതിൽ നമ്പർ 1 ആണ് പ്രൂഫ് റീഡിംഗ് ബൈ DNA പോളിമറേസ്. പ്രൂഫ് റീഡിംഗ് ബൈ DNA പോളിമറേസ്. എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതിനെ പ്രൂഫ് റീഡ് ചെയ്യുന്നു. ആരാണ് പ്രൂഫ് റീഡ് ചെയ്യുന്നത്? റെപ്ലിക്കേഷൻ പഠിച്ച ആൾക്കാർക്ക് അറിയാം. റെപ്ലിക്കേഷനിലെ ദ നമ്പർ 1 മേജർ എൻസൈം ടേക്ക് പാർട്ട് ഇൻ റെപ്ലിക്കേഷൻ ഈസ് DNA പോളിമറേസ്. So DNA polymerase add nucleotide in the 5' to 3' direction. Okay, so 5' to 3' directionൽ DNA polymerase nucleotide add ചെയ്യുന്നു. Okay, so in a bacteria DNA polymerase often makes errors in inserting nucleotides during replication. So വളരെ 100% പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. DNA പോളിമറേസ് ഇങ്ങനെ 5' to 3'ലേക്ക് ന്യൂക്ലിയോടൈഡ്സുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് എറർ വരാൻ സാധ്യത കൂടുതലാണ്. സോ ആ എറർ പരിഹരിക്കുന്നത് DNA പോളിമറേസ് തന്നെയാണ്, വേറൊരാളെ അവിടെ ആശ്രയിക്കുന്നില്ല. ഫോർ ദാറ്റ് എറർ കറക്ഷൻ DNA പോളിമറേസ് ഓൾസോ ഹാവ് എ 3' to 5' exonuclease activity. Okay, so for adding nucleotide for replication, DNA polymerase have 5' to 3' polymerase activity. By using that 5' to 3' polymerase activity, DNA polymerase add nucleotide into the newly forming DNA strand. But for correcting the errors, for clearing the errors, it also has another activity called 3' to 5' exonuclease activity. Exonuclease activity, which is used for clearing these errors. So when an incorrect nucleotide is inserted, ആരാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? ഇതേ DNA പോളിമറേസ് തന്നെ അബദ്ധവശാൽ ഒരു ഇൻകറക്റ്റ് ന്യൂക്ലിയോടൈഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ the error is most often detected by the polymerase itself. പോളിമറേസ് തന്നെ അത് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ പോണ വഴിക്ക് പെട്ടെന്ന് 5' to 3' പോണ വഴിക്ക് ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്തു. അപ്പോൾ അയ്യോ, ഒരു ഇൻകറക്റ്റ് ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്തല്ലോ, ഉടനെ അത് എന്ത് ചെയ്യണം? പരിഹരിക്കണം. ഓക്കെ, സോ അപ്പോൾ അയാൾക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി ഉണ്ട് DNA പോളിമറേസിന് 5' to 3' കൂടാതെ. ഇറ്റ് ഓൾസോ ഹാസ് 3' to 5' exonuclease activity. By using that 3' to 5' exonuclease activity, this polymerase immediately remove the incorrect nucleotide from the newly forming DNA strand. ഓക്കെ, അപ്പോൾ പോയ വഴിക്ക് ഒന്ന് തിരിച്ച് റിട്ടേൺ വന്നിട്ട് 3' to 5' തിരിച്ചൊന്ന് റിട്ടേൺ വന്നിട്ട് എവിടെയാണോ എറർ വന്ന് അതിന് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് മിണ്ടാതെ പോവില്ല. ആഫ്റ്റർ റിമൂവിങ് ദ എറർ, പോളിമറേസ് പ്രൊസീഡ്സ് ഇൻ ദി 5' to 3' direction again and fills the missing space again. Okay, after removing the errors, polymerase proceeds in the 5' to 3' direction and fills the missing space again. So this activity of DNA polymerase largely accounts for the repairing of most of the replication errors in prokaryotes. ആദ്യം ഉണ്ടാവുന്ന ഇങ്ങനത്തെ ഒരുവിധം എല്ലാ എററുകളും ഈ ഒരു സിസ്റ്റം വെച്ചിട്ട്, ഈ ഒരു പ്രൂഫ് റീഡിങ്, അതാരാ പ്രൂഫ് റീഡ് ചെയ്യുന്നത്? സെയിം DNA പോളിമറേസ് തന്നെ പ്രൂഫ് റീഡ് ചെയ്യുന്ന വഴിയായിട്ട് അത് ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ പോളിമറേസ് ഒരു മോഡലുള്ള ഒരു പോളിമറേസ് അവിടെ നിൽക്കുന്നുണ്ട്. ആ പോളിമറേസ് ഇങ്ങനെ ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്ത് ഇങ്ങനെ വരികയായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ അവിടെ ഫസ്റ്റ് എക്ക് ടി കൊടുത്തു, സിക്ക് ജി കൊടുത്തു, ടിക്ക് എ കൊടുത്തു, എക്ക് ടി കൊടുത്തു, ജിക്ക് സി കൊടുത്തിട്ട് പിന്നെ അവിടെ വരുന്നത് ആ ഗ്രീൻ പാരൻ്റൽ സ്ട്രാൻഡിൽ വരുന്നത് സി ആണ്. അതിന് ഓപ്പോസിറ്റായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് വരേണ്ടത് ആരാ? ജി ആണ്. ബട്ട് ആക്സിഡൻ്റലി ദാറ്റ് പോളിമറേസ് ആഡ് ന്യൂക്ലിയോടൈഡ് എ ഇൻസ്റ്റെഡ് ഓഫ് ജി. സോ ഇറ്റ് ഈസ് എൻ എറർ. അങ്ങനെ ഒരു എറർ വരുന്ന സമയത്ത് അത് ആര് തന്നെ റിമൂവ് ചെയ്യും? പോളിമറേസ് തന്നെ റിമൂവ് ചെയ്യും. പോളിമറേസ് അതുവരെ ആഡ് ചെയ്ത് വരുന്ന കണ്ടീഷൻ 5' to 3' ആണ്. സോ അതെന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് അത് റിവേഴ്സ് അടിക്കുന്നു. ഇത് 3' to 5' exonuclease. We can clearly see in that picture
ഓക്കെ, സോ നമുക്ക് ആ പിക്ചറിൽ ക്ലിയർ ആയിട്ട് കാണാം. ഇത് ഇവിടെ ഒരു എ ആഡ് ചെയ്തിട്ടുണ്ട്, അത് റോങ് ആണ്. അപ്പോൾ 3-5- എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി വഴിയായിട്ട് അതിനെ റിമൂവ് ചെയ്ത് കളയുന്നു. ഓക്കെ, സോ ആഫ്റ്റർ റിമൂവിങ് ഇറ്റ് എന്ത് സംഭവിക്കും? ദാറ്റ് റെപ്ലിക്കേഷൻ കണ്ടിന്യൂസ്. ആ എവിടെ നിന്നാണോ റിമൂവ് ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് 5-3 അത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ് പ്രൂഫ് റീഡിംഗ് മെക്കാനിസം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത മെക്കാനിസമാണ് ഫോട്ടോ റിയാക്ടിവേഷൻ മെത്തേഡ്, ലൈറ്റ് റിപ്പയർ. അപ്പോൾ മുമ്പ് പറഞ്ഞ പ്രൂഫ് റീഡിംഗ് ബൈ DNA പോളിമറൈസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് DNA പോളിമറൈസ് എന്ന് പറയുന്ന ആൾ തന്നെയാണ് പ്രൂഫ് റീഡിംഗ് ചെയ്യുന്നത്. 5-3 പോളിമറൈസ് ആക്ടിവിറ്റിയാണ് അതിനുള്ളത്. അതിങ്ങനെ പാരൻ്റൽ സ്ട്രാൻഡിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ന്യൂ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു എറർ ചിലപ്പോൾ അറിയാതെ ആഡ് ചെയ്യാം. ആ എറർ തിരിച്ചു വന്നിട്ട് റിമൂവ് ചെയ്യുന്നു. ആര് തന്നെ റിമൂവ് ചെയ്യുന്നു? DNA പോളിമറൈസ്. അങ്ങനെ റിമൂവ് ചെയ്യാനുള്ള കാരണം എന്താ? അതിന് 3-5 എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട്. അതുപയോഗിച്ച് ഉടൻ തന്നെ അത് റിമൂവ് ചെയ്യുന്നു. ആ റിമൂവ് ചെയ്യുന്നവർ തിരിച്ച് വീണ്ടും ക്ലിയർ ന്യൂക്ലിയോട്ടൈഡിനെ ആഡ് ചെയ്തിട്ട്, നേരത്തെ നമ്മളിപ്പോൾ ഈ പിക്ചറിൽ കണ്ട പ്രകാരം A റിമൂവ് ചെയ്തിട്ട് അവിടെ C ആഡ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്ത് റെപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇതിനെയാണ് പ്രൂഫ് റീഡിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. So most of the errors are cleared by this proofreading mechanism. അടുത്തത് ഫോട്ടോ റിയാക്ടിവേഷൻ, ലൈറ്റ് റിപ്പയർ ആണ്. സെക്കൻഡ് മെത്തേഡ് ഈസ് ഫോട്ടോ റിയാക്ടിവേഷൻ, ലൈറ്റ് റിപ്പയർ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ പിരമിഡിൻ ഡൈമർ ഫോർമേഷനാണ്. എന്താണ് പ്യൂരിൻ, എന്താണ് പിരമിഡിൻ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, ഫസ്റ്റ് ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. പ്യൂരിൻ, പിരമിഡിൻ, ദേ ആർ നൈട്രജൻ ബേസസ്. ഓക്കെ, so nitrogen baseൽ examples for purine are adenine and guanine. Examples for pyrimidines are cytosine, thymine and uracil. Okay, example for purine are adenine, guanine. Example for pyrimidines are cytosine, thymine and uracil. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് പിരമിഡിൻ്റെ കാര്യമാണ്. പിരമിഡിൻ്റെ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറാണ്. ഇഫ് 2 pyramids come together in a DNA strand, there is a tendency to form pyrimidine dimer. It's called a pyrimidine dimer formation. Okay, through the formation, this happen because of the formation of covalent bond. Okay, intra-strand pyrimidine dimer are formed by the covalent bond formation between the adjacent pyrimidine residue on the same DNA strand. ഓക്കെ, ഒരു സിംഗിൾ സ്ട്രാൻഡ് DNA സങ്കല്പിക്കുക. അതിൽ അടുത്തടുത്തായിട്ട് രണ്ട് നൈട്രജൻ ബേസുകൾ, 2 പിരമിഡിൻ ബേസുകൾ വന്നു കഴിഞ്ഞാൽ there is a chance for the formation of dimer. Pyrimidine join together form a dimer. It's called a pyrimidine dimer. Between these two, a covalent bond is formed. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ ഒരു പിരമിഡിൻ ഡൈമർ ഫോം ചെയ്യില്ല. അവിടെ ഒരാൾ അവിടെ വരണം. അയാളാണ് ഈ പിരമിഡിൻ ഡൈമർ ഫോം ചെയ്യാൻ കാരണമാവുന്നത്. അത് അൾട്രാ വയലറ്റ് റേഡിയേഷനാണ്. 200-300 നാനോമീറ്റർ വിസിബിൾ ലൈറ്റിൻ്റെ സ്പെക്ട്രത്തിൽ വരുന്ന അൾട്രാ വയലറ്റ് റേഡിയേഷൻ. That ultraviolet radiation actually promotes the pyrimidine dimer formation. So these pyrimidine dimers are formed at the presence of this ultraviolet radiation. Okay, pyrimidine dimers are formed in the presence of ultraviolet radiation. There are 3 types of pyrimidine dimers. Okay, in the case of DNA, we can see only thymine and cytosine. Uracil is absent. Uracil is only present in RNA. നമ്മൾ DNA കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓൺലി 2 pyrimidines are there. One is thymine and the second one is cytosine. So
there are chances for formation of 3 type of dimers. One is thymine dimers, and the second group is cytosine dimers, and the third group is the bond formation between thymine and cytosine. It is called thymine cytosine dimers. Among those, thymine dimers are very common. നമ്മൾ മേജറായിട്ട് പെരിമിഡിൻ ഡൈമർ പഠിക്കുമ്പോഴൊക്കെ വരുന്നിടത്തൊക്കെ മേജറായിട്ട് വരുന്നത് ഈ തൈമിൻ ഡൈമറാണ്. ഫോർമേഷൻ ഓഫ് സൈറ്റോസിൻ ഡൈമർ ആൻഡ് തൈമിൻ സൈറ്റോസിൻ ഡൈമേഴ്സ് ആർ വെരി ലെസ് കമ്പയർഡ് ടു തൈമിൻ ഡൈമർ. ഓക്കെ, സോ ഈ പിരമിഡിൻ ഡൈമർ ഫോർമേഷൻ അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഒരു DNA സ്ട്രാൻഡിൽ, ഒരു സിംഗിൾ സ്ട്രാൻഡിൽ അഡ്ജസൻ്റ് ആയിട്ട് അടുത്തടുത്തായിട്ട് 2 പിരമിഡിൻ വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ അൾട്രാവയലറ്റ് റേഡിയേഷൻ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് അൾട്രാവയലറ്റ് റേഡിയേഷൻ ദർ ഇസ് എ ചാൻസ് ഫോർ ഫോർമേഷൻ ഓഫ് കോവലൻറ്റ് ബോണ്ട്. ഓക്കെ, സോ ആ സിംഗിൾ പിരമിഡിൻ സ്ട്രക്ചർ, പിരമിഡിൻ കൺവേർട്ടഡ് ഇൻ ടു എ പിരമിഡിൻ ഡൈമർ. ഓക്കെ, അങ്ങനെ പിരമിഡിൻ ഡൈമർ വരുന്ന സമയത്ത് നോർമലി DNA സ്ട്രാൻഡിൽ നമുക്കറിയാം ഈ പിരമിഡിനുകൾ തമ്മിൽ ഒന്നും കണക്ട് ചെയ്യുന്നില്ല. അവർ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു DNA സ്ട്രാൻഡിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ ആണല്ലോ, ഒരു DNA സ്ട്രാൻഡിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ട്രാൻഡിലെ അവരിപ്പോൾ ഒരാൾ ഇവിടെ A ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തേൽ Tയുമായിട്ട് അവർ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ഇപ്പുറത്തെ സ്ട്രാൻഡിൽ C ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ Gയുമായിട്ട് ഇവർ ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. പക്ഷേ ഒരേ സ്ട്രാൻഡിലുള്ള ആളുകൾ തമ്മിൽ ഉള്ള നൈട്രജൻ ബേസുകൾ തമ്മിൽ കണക്ഷനൊന്നുമില്ല. ഷുഗർ ഫോസ്ഫേറ്റ്, ഷുഗർ ബാക്ക് ബോൺ അത് കണക്റ്റഡ് ആണ് ത്രൂ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. ഒരു ന്യൂക്ലിയോടൈഡിൻ്റെയും അടുത്ത ന്യൂക്ലിയോടൈഡും തമ്മിൽ ഷുഗർ ഫോസ്ഫേറ്റ്, ഷുഗർ ബാക്ക് ബോണിൽ വരുന്ന ആ ഒരു കണക്ഷൻ ഉണ്ട്. ഏതാ? ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടിൻ്റെ കണക്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് ഒരു സ്ട്രാൻഡ് ഉണ്ടാകുന്നത്. പക്ഷേ ന്യൂക്ലിയോടൈഡുകളിൽ പെർപെൻഡിക്കുലറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന നൈട്രജൻ ബേസുകൾ തമ്മിൽ കണക്ഷൻ ഇല്ല. ഇഫ് ദർ ഇസ് എനി കണക്ഷൻ ഫോം, ദാറ്റ് റിസൾട്ട്സ് ഡിസ്റ്റോർഷൻ ഓഫ് DNA. ഒന്ന് വളഞ്ഞു പോകും, DNA ഒന്ന് വളയും. ഓക്കെ, സോ പിരമിഡിൻ ഡൈമർ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കണക്ഷനാണ്. അടുത്തടുത്ത നൈട്രജൻ ബേസുകൾ തമ്മിൽ കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അത് നോർമലായിട്ടുള്ള DNA സ്ട്രാൻഡ് ഒന്ന് വളയും, പുറത്തേക്ക് ഒന്ന് വളയും, ഒരു ഡിസ്റ്റോർഷൻ ഫോം ചെയ്യുന്നു. ഓക്കെ, സോ ഫോർമേഷൻ ഓഫ് ദിസ് പിരമിഡിൻ ഡൈമേഴ്സ് ലോക്കലി ഡിസ്റ്റോർട്സ് DNA ഹെലിക്സ്. ക്ലിയർ ആയില്ലേ? ഇപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ നമുക്ക് കാണാം പിരമിഡിൻ ഡൈമർ. അവിടെ നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റും. ഈ കാണുന്ന ഒരു പിരമിഡിൻ അഡ്ജസൻറ്റ് പിരമിഡിനുകൾ വരുന്നതാണ്. അവർ തമ്മിൽ കണക്ഷനൊന്നുമില്ല. പിന്നെ ഷുഗർ ഫോസ്ഫേറ്റ്, ഷുഗർ ബാക്ക് ബോൺ വഴിയായിട്ട് ഈ ഭാഗം കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നൈട്രജൻ ബേസ് പെർപെൻഡിക്കുലറായിട്ട് അറേഞ്ച് നൈട്രജൻ ബേസ് കണക്ഷനൊന്നുമില്ല. പക്ഷേ ഇവിടെ അൾട്രാവയലറ്റ് റേഡിയേഷൻ വരുന്നത് കണ്ടില്ലേ? അൾട്രാവയലറ്റ് റേഡിയേഷൻ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു തൈമിൻ ഡൈമർ ഫോം ചെയ്യുന്നു. പിരമിഡിൻ ഡൈമറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഏറ്റവും മേജറായിട്ട് കാണുന്നത് തൈമിൻ ഡൈമറാണ്. അങ്ങനെ തൈമിൻ ഡൈമർ വരുന്ന സമയത്ത് അതിൻ്റെ പിക്ചറാണ് താഴത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 പിരമിഡിൻ മോണോമറുകൾ ജോയിൻ ചെയ്തിട്ട് അതൊരു കോവലൻ ബോണ്ട് ഫോം ചെയ്തിട്ട് ഒരു തൈമിൻ ഡൈമർ ഫോം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നോർമലായിട്ടുണ്ടായിരുന്ന DNA ഒരു കിങ്ക് ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ കുഴിയുന്നു, ഒരു ഡിസ്റ്റോർഷൻ ഫോം ചെയ്യുന്നു. ഇവിടെ ആ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് ആ തൈമിൻ ഡൈമറാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഡിസ്റ്റോർഷൻ പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ 2 തൈമിനും എന്ത് ചെയ്യും? തൊട്ടപ്പുറത്തെ രണ്ടാമത്തെ സ്ട്രാൻഡ്, ഡബിൾ സ്ട്രാൻഡ് സ്ട്രക്ചറാണ്, രണ്ടാമത്തെ സ്ട്രാൻഡിലെ അഡിനിനുമായിട്ട് അവർ ഡബിൾ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ തൈമിൻ ഡൈമർ ഫോം ചെയ്യുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് ഡബിൾ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെയാണ് ഇങ്ങനെ ഒരു ഡൈമർ ഫോം ചെയ്യുമ്പോൾ അതൊരു എന്താ പറയുക, അവിടെ DNA സംഭവിച്ചു. ഫോർമേഷൻ ഓഫ് പിരമിഡിൻ ഡൈമേഴ്സ് ലോക്കലി ഡിസ്റ്റോർട്സ് DNA ഹെലിക്സ്. അപ്പോൾ അത് പരിഹരിക്കണം. അപ്പോൾ അവിടെ ലൈറ്റിൽ വന്ന അൾട്രാവയലറ്റ് ആണ് ഇവിടെ പ്രശ്നക്കാരൻ. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞ പോലെ ലൈറ്റ് കൊണ്ട് തന്നെ ഇതിനെ പരിഹരിക്കുകയാണ്. ആ ഡൈമറിനെ ലൈറ്റ് വെച്ച് തന്നെ ക്ലിയർ ചെയ്യണം.
അതാണ് ഫോട്ടോ റിയാക്ടിവേഷൻ ഓർ ലൈറ്റ് റിപ്പയർ. ലൈറ്റ് വെച്ച് റിപ്പയർ ചെയ്യുന്നു. ഓക്കെ, ദിസ് ഡിസ്റ്റോർഷൻ ഈസ് റിപ്പയർഡ് ബൈ എ മെക്കാനിസം കോൾഡ് ഫോട്ടോ റിയാക്ടിവേഷൻ. It is a type of repair process in which pyrimidine dimers restored to their monomeric forms. ഓക്കെ, pyrimidine ഡൈമർ അവിടെ അൾട്രാ വയലറ്റിൽ ഡൈമറായിട്ട് മാറിയതിനെ തിരിച്ച് pyrimidine dimers restored to their monomeric form. Okay, it is a type of repair process in which pyrimidine dimers restored to their monomeric forms. ഇവിടെ ഒരു എൻസൈം ഇൻവോൾവ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിന് ലൈറ്റ് റിപ്പയർ എന്ന് പറയുന്നത് എന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സോ ഇതിനൊരു എൻസൈം ആവശ്യമാണ്. ഇതിനെ ഡൈമറിൽ നിന്ന് മോണോമറാക്കാൻ എൻസൈം വേണം. ആ എൻസൈമിൻ്റെ പേരാണ് ഫോട്ടോലയേസ്. ഓക്കെ, എൻസൈംസ് നെയിം ഫോട്ടോലയേസ് ഹാവ് എ മേജർ റോൾ ഇൻ ദിസ് മെക്കാനിസം. എന്തുകൊണ്ടാണ് ഇതിനെ ഫോട്ടോലയേസ് എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതിനെ ലൈറ്റ് റിപ്പയർ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഹിയർ ലൈറ്റ് ഈസ് ഇൻവോൾവ് ഫോർ ദി ഫോട്ടോ റിയാക്ടിവേഷൻ പ്രോസസ്. Okay, so they are light absorbing enzymes. Photolayers are actually light absorbing enzymes. They absorb photon. Okay, these enzymes are activated only by the absorption of photon of light. So if they absorb photon, lightly photon absorb ചെയ്തു കഴിഞ്ഞാൽ they become activated. They got activated. Upon activation, they split the pyrimidine dimer to the monomer. It's very clear. Okay, so upon activation, they split the pyrimidine dimer to the monomer. So these enzymes are activated only in the presence of light, and hence the process is also known as light repair. ഇപ്പോൾ നമ്മൾ പഠിച്ചു എന്തുകൊണ്ടാണ് ലൈറ്റ് റിപ്പയർ എന്ന് വിളിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ എൻസൈമിന് ഫോട്ടോലേസ് എന്ന് വിളിക്കുന്നത്. അവിടെ ഒരു ആ ലൈസിസ് പ്രോസസ്സ്, ആ സ്പ്ലിറ്റിംഗ് പ്രോസസ്സ്, ആ ഡൈമറിനെ മോണോമർ ആക്കുന്നതാണ്, ഡൈമറായി നിൽക്കുന്നതാണ് ഇവിടെ പ്രശ്നം. അതാണ് ഡിസ്റ്റോർഷൻ ഉണ്ടാക്കിയത്. അത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ലൈറ്റ് വേണം, ലൈറ്റ് അബ്സോർബ് ചെയ്യണം, ഫോട്ടോൺ അബ്സോർബ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഫോട്ടോലയേസ് എന്ന് പറയുന്ന എൻസൈം ആക്റ്റീവ് ആവുന്നുള്ളൂ. എന്നാൽ മാത്രമേ ആ ഡൈമറിനെ മോണോമറായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഇതാണ് ഫോട്ടോ റിയാക്ടിവേഷൻ, ലൈറ്റ് റിപ്പയർ. നമുക്കതിൻ്റെ പിക്ചർ നോക്കാം. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് വിസിബിൾ ആണ്. ഓക്കെ, പിക്ചറിലേക്ക് നോക്കുക. ഇവിടെ നമുക്ക് കാണാം, ഇതിലെ ഫസ്റ്റ് ഇവിടെ കാണുന്നത് ഒരു കുഴപ്പമില്ലാത്ത ഒരു നോർമലായിട്ടുള്ള ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറാണ്. ആൻഡ് ദെൻ അൾട്രാ വയലറ്റ് റേസ് കംസ് ആൻഡ് ദാറ്റ് റിസൾട്ട്സ് ഡൈമർ ഫോർമേഷൻ. തൈമിൻ ഡൈമർ ഇസ് ഫോം. അവിടെ ആ ഡൈമർ കാണിക്കുന്ന ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ്. സോ in order to correct that error, a photolayase enzyme, we can see a photolayase enzyme here. So photolayase enzyme അവിടെ വന്നിട്ട് അതെന്ത് ചെയ്യുന്നു? with the help of visible light, this photolayase absorb photon from the visible light and it got activated and converts this dimer into monomer. Now the errors are cleared. Okay, ഇവിടെ നമുക്ക് ഡൈമർ പോയി മോണോമർ ആയിട്ടുള്ള നമുക്ക് സ്ട്രക്ചർ കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ വേറൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. സെയിം സാധനം തന്നെയാണ്. ഇവിടെ പിരമിഡിൻ ഡൈമർ നമുക്ക് കാണാൻ പറ്റും. അവിടെ യെല്ലോ കളറിലുള്ള വിസിബിൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ടുള്ള യെല്ലോ കളറിലുള്ള ഫോട്ടോ ലെയേഴ്സ് വരുന്നു. അത് ക്ലിയർ ചെയ്യുന്നു. അതിനുശേഷം ഫോട്ടോ ലെയേഴ്സ് ഇറങ്ങി പോകുന്നു. അവിടെ ഫോട്ടോ റിയാക്ടിവേഷൻ റിപ്പയർ കംപ്ലീറ്റ് ആവുന്നു. നിങ്ങളുടെ ബുക്കിലുള്ള ഒരു പിക്ചറാണ് തൈമിൻ ഡൈമറൈസേഷൻ പിക്ചർ. തൈമിൻ ഇവിടെ പെൻറ്റോസ്, ഇതാണ് പെൻറ്റോസ് ഫോസ്ഫേറ്റ്. ഇതിന്ന് പെർപെൻഡിക്കുലറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള തൈമിൻ കാണാം. ആ തൈമിനുകൾ പരസ്പരം ഇവിടെ കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്തിട്ട് തൈമിൻ ഡൈമർ ഫോം ചെയ്തിരിക്കുന്നു, തൈമിൻ ഡൈമറൈസേഷൻ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു കിങ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റോഷൻ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ഒരു ഡിസ്റ്റോഷൻ ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ഫോട്ടോലേസ് എൻസൈം ഇവിടെ വരുന്നു, ലൈറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് കറക്ട്സ് ദാറ്റ് എറർ ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ദി നോർമൽ റിപ്പയർഡ് DNA, completely repaired DNA.
അടുത്ത ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ. മൂന്നാമത്തെ റിപ്പയറിലേക്ക് നമ്മൾ പോവുകയാണ്. ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ. ഇവിടെ ഒരു സർജിക്കൽ കറക്ഷൻ വരുന്നുണ്ട്. ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ മെക്കാനിസം ഇൻവോൾവ് എ സർജിക്കൽ കറക്ഷൻ ഓഫ് ഡാമേജ്ഡ് ഏരിയ ഓർ ലെഷൻസ്. ഓക്കെ, സോ ഒരു സർജിക്കൽ കറക്ഷൻ അവിടെ വരുന്നുണ്ട്. ഇവിടെ ഡാമേജ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാമേജസ് ആർ മെയിൻലി കോസ്ഡ് ബൈ അൾട്രാ വയലറ്റ് റേഡിയേഷൻ. അൾട്രാ വയലറ്റ് ആകുമ്പോൾ നമുക്ക് എന്താണെന്നറിയാം, അവിടെ ഡൈമറാണ്, പിരമിഡിൻ ഡൈമറാണ്, ഓർ എനി കൈൻഡ് ഓഫ് ഫിസിക്കൽ ഓർ കെമിക്കൽ മ്യൂട്ടാജനിക് എഫക്ട്സ്. അൾട്രാ വയലറ്റ് റേഡിയേഷൻ വഴിയായിട്ടുണ്ടാകുന്ന ടി പിരമിഡ് ഡൈമർ മാത്രമല്ല, മറ്റുള്ള പല കാര്യങ്ങളും ഇതുപോലത്തെ ഒരു പ്രോബ്ലം ഉണ്ടാക്കാം. ഓക്കെ, സോ these type of damages ultimately leads to the formation of a lesion. Lesion means simple ആയിട്ട് ഒരു damaged area. That particular damaged area is called a lesion. Okay, so some of the nucleotides are damaged. അങ്ങനെ ഡാമേജ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം അവിടെ പിരമിഡിൻ വന്നു കഴിഞ്ഞാൽ ദാറ്റ് കോസ് എ ഡിസ്റ്റോർഷൻ ഇൻ ദി ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. ഓക്കെ, ഒരു ഡിസ്റ്റോർഷൻ വരുന്നു. അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള ഇങ്ങനത്തെ വല്ല ഫിസിക്കൽ എഫക്റ്റ് കൊണ്ടോ ഏതെങ്കിലും വിധത്തിൽ ഒരു ഡാമേജ് അവിടെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് കോസസ് എ ഡിസ്റ്റോർഷൻ. അവിടെ ഒരു ലെഷൻ ഉണ്ടാവുന്നു. ഒരു ഡാമേജ്ഡ് ഏരിയനെ നമ്മൾ ഒരു ഡാമേജ്ഡ് ഏരിയ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ലെഷൻ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാം. ദാറ്റ് ലെഷൻ കോസ് ഡിസ്റ്റോർഷൻ ഇൻ ദി ഡബിൾ ഹെലിക്സ്. ഓക്കെ, ആ ഒരു ഡാമേജ്ഡ് ഏരിയനെ വിളിക്കുന്ന പേരാണ് ആ ലെഷൻ. ഓക്കെ, അപ്പോൾ ആ ലെഷൻ അവിടെ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാക്കുന്നു. എക്സാമ്പിൾ ഫോർ സച്ച് ടൈപ്പ് ഓഫ് ലെഷൻ: lesions created by the covalent reaction of DNA bases with large hydrocarbon such as carcinogen benzopyrene. ഓക്കെ, ഇപ്പോൾ DNA ബേസുകൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്യൂരിൻ പിരമിഡിൻ ബേസുകൾ വലിയ ലാർജ് ഹൈഡ്രോ കാർബണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു കോവലന്റ് റിയാക്ഷൻ വരുത്തുക. അപ്പോൾ ആ ഹൈഡ്രോ കാർബൺ അവിടെ വന്ന് ആഡ് ചെയ്യുന്നു. അതിൻ്റെ എക്സാമ്പിളാണ് കാർസിനോജൻ ആയിട്ടുള്ള ബെൻസോപൈറിൻ. അപ്പോൾ ബെൻസോപൈറിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നോർമലി ആ നൈട്രജൻ ബേസ് അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നതാണ്. അത് തൊട്ടപ്പുറത്തെ ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചറിലെ തൊട്ടപ്പുറത്തെ സ്ട്രാൻഡിലെ നൈട്രജൻ ബേസുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവരെന്ത് ചെയ്യാണ്, ആ നൈട്രജൻ ബേസ് ഒക്കേഷണലി ദേ റിയാക്ട് വിത്ത് ലാർജ് ഹൈഡ്രോ കാർബൺ ലൈക്ക് കാർസിനോജൻ ബെൻസോപൈറിൻ. ഓക്കെ, സോ ദേ മേക്ക് കോവലന്റ് ബോണ്ട് ഫോർമേഷൻ വിത്ത് ദി large hydrocarbons that cause distortion in the double helical structure. നെക്സ്റ്റ് എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ച അൾട്രാവയലറ്റ് റേഡിയേഷൻ ഉണ്ടാക്കുന്ന പിരമിഡിൻ ഡൈമേഴ്സ് TTC കോസ്ഡ് ബൈ അൾട്രാവയലറ്റ് റേഡിയേഷൻ. സോ രണ്ട് ടൈപ്പും ഈ രണ്ട് സംഭവങ്ങളും രണ്ട് എക്സാമ്പിളും ലെഷൻ ഉണ്ടാകുന്നതിന് കാരണമാകുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ലെഷൻ നമ്മൾ മനസ്സിലാക്കി. എന്താണ് ഈ ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയറിൽ ഉണ്ടാകുന്ന ലെഷൻ, ഒരു ഡാമേജ്ഡ് ഏരിയനെ വിളിക്കുന്നത്, എങ്ങനെയാണ് ഡാമേജ് ഉണ്ടാവും നമ്മൾ പഠിച്ചു. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. ഇൻ ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ മെക്കാനിസം എ ലാർജ് മൾട്ടി എൻസൈം കോംപ്ലക്സ്. നമ്മുടെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൾട്ടി എൻസൈം കോംപ്ലക്സിൽ വരുന്ന കമ്പോണൻസ് ഒന്നും നമുക്ക് പഠിക്കേണ്ട, ജസ്റ്റ് ആ പേരിങ്ങനെ പറയാം, മൾട്ടി എൻസൈം കോംപ്ലക്സ്. അത് പഠിക്കുന്നതിന് വളരെ കോംപ്ലിക്കേറ്റഡ് ആണത്. ഇതിൽ വരുന്നതെല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ്, ഒരുപാട് ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഓക്കെ, so we don't want to study all these details now. So multi-enzyme complex with endonuclease activity. Endonuclease activity എന്ന് പറഞ്ഞാൽ എന്താ, അവർ ന്യൂക്ലിയോടൈഡിനെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എക്സോന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിനെ ഔട്ട്സൈഡിൽ നിന്ന് കട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. സോ in NER, a large multi-enzyme complex with endonuclease activity scans the DNA for a distortion in the double helix. Okay, to find a distortion in the double helix, this multi-enzyme complex scans the DNA. Okay, അപ്പോൾ ആ ഡിസ്റ്റോർഷൻ നടക്കുന്ന ഭാഗത്ത്, ഡിസ്റ്റോർഷൻ കുറച്ച് വളഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് ഇവർ സ്കാൻ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവിടെ ലെഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അവിടുത്തെ ഡാമേജ്ഡ് ഏരിയ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൺസ് ദ ബൾക്കി ലെഷൻ ഈസ് ലൊക്കേറ്റഡ്, once they identified this multi-enzyme complex identified this bulky lesion, a damaged area they identified, what will happen? The phosphodiester backbone of the abnormal strand is cleaved on both sides of the distortion. ഒരു പിക്ചറിൽ നോക്കി കാണാൻ പറ്റും. അവിടെ ഒരു ഇവിടെ ഈ ഒരു കാണുന്ന ഭാഗത്ത് ഇത് അവിടെ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് അവിടെ ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു ലെഷൻ. ഓക്കെ, അപ്പോൾ
ആ ഡാമേജ്ഡ് ലെഷനിൽ ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആ ടോട്ടൽ സ്ട്രക്ചറിൽ നിന്നൊരു ഡിസ്റ്റോർഷൻ വരുമ്പോൾ അതിനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളയണം. ഓക്കെ, അതിനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് അവിടുന്ന് കളയണം. അതാണ് പരിപാടി. So, once the bulky lesion is located, the phosphodiester backbone of the abnormal strand is cleaved on both sides of the distortion. അപ്പോൾ ആ ഡിസ്റ്റോർഷൻ്റെ കറക്റ്റ് ആയിട്ടല്ല, അതിന് കുറച്ച് നീങ്ങിയിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഈ പിക്ചറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതാ ഈ സംഭവത്തിൻ്റെ ഇവിടെയും 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 അത് കട്ട് ചെയ്യുന്നു. ഓക്കെ, രണ്ട് സൈഡും കട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഡിസ്റ്റോർഷൻ അതിൽ കുടുങ്ങിയില്ലേ? ഡിസ്റ്റോർഷൻ, ആ ലെഷൻ, ആ ഡാമേജ്ഡ് ഏരിയ അതിൽ കുടുങ്ങിയില്ലേ? അപ്പോൾ അതിനെ അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളയുന്നു. ഓക്കെ, സോ then the portion of the strand containing the lesion is peeled away from the DNA double helix. Okay, all these processes are take place with the help of an enzyme called DNA helicase. The enzyme involved in this process is called DNA helicase. Okay, so with the help of DNA helicase, that particular lesion is peeled away from the DNA double helix. The gap produced in the DNA helix is then repaired in the usual manner by DNA polymerase and DNA ligase. ഓക്കെ, എല്ലാം നമ്മളിപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നതിലൊക്കെ ലാസ്റ്റ് ഈ രണ്ട് പേരും വരും. ആരൊക്കെയാ? ഒന്ന് DNA പോളിമറേസ് വരും, സെക്കൻഡ് വൺ ഈസ് DNA ligase. ഇവർ രണ്ട് പേരും വന്നിട്ടാണ് ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയാൽ അതിന് തിരിച്ച് ഫില്ല് ചെയ്യുന്നത്. DNA പോളിമറേസ് നമുക്കറിയാം, ഇറ്റ് ഹാസ് എ 5'2'3' ആക്ടിവിറ്റി. ഓക്കെ, സോ ഇറ്റ് ആഡ്സ് ന്യൂക്ലിയോടൈഡ്സ് in the 5'2'3' direction. Okay, so and continues the synthesis of DNA strand. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? പിക്ചറിൽ നമുക്കറിയാം അവിടെ ഒരു ഡാമേജ്ഡ് ബേസ് ഉണ്ട്, ഒരു ലെഷൻ ഉണ്ട്, ഡാമേജ്ഡ് ഏരിയ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഹെലിക്കേസ് എൻസൈം വന്നിട്ട് അതിനെ കട്ട് ചെയ്യുന്നു. ഓക്കെ, ഹെലിക്കേസ് അവിടെ ഒരു നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചതിൽ ഒരു മൾട്ടി എൻസൈം കോംപ്ലക്സ് എന്ന് പറഞ്ഞു, അതിന് എൻഡോന്യൂക്ലിയേസ് ആക്ടിവിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ആ ഒരു എൻഡോന്യൂക്ലിയേസ് ആക്ടിവിറ്റി വെച്ചിട്ട്, അത് എക്സോന്യൂക്ലിയസ് അവിടെ കൊടുത്തിട്ട് എൻഡോന്യൂക്ലിയസ് ആക്ടിവിറ്റിയാണ്. സോ എൻഡോന്യൂക്ലിയസ് ആക്ടിവിറ്റി വെച്ചിട്ട് അത് കട്ട് ചെയ്ത് കളയുന്നു. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഈ ഭാഗത്താണ് ഇപ്പോൾ കട്ട് ചെയ്ത് ഫ്രീ ആയിട്ട് കിടക്കുന്നൊരു റീജിയനാണ് അവിടെ DNA പോളിമറേസ് എൻസൈം വരുന്നു. DNA പോളിമറേസ് എൻസൈം ആഡ് ന്യൂ ന്യൂക്ലിയോടൈഡ് ആൻഡ് സിന്തസൈസ് ന്യൂ ന്യൂക്ലിയോടൈഡ് ഇൻ ദി 5'2'3' ഡയറക്ഷൻ. ആ ബ്ലൂ കളറിൽ കാണുന്നത് പുതിയ ന്യൂക്ലിയോടൈഡിനെ 5'2'3' ഡയറക്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ക്ലിയർ ആണ് പിക്ചറിൽ നിന്ന്. ഇവിടെ ഒരു ലെഷൻ ഉണ്ടാവുന്നു, ഡാമേജ്ഡ് ഏരിയ ഉണ്ടാവുന്നു. അത് ഈ പറഞ്ഞ പോലെ ലാർജ് ഹൈഡ്രോ കാർബൺ ആഡ് ചെയ്യുന്നതുകൊണ്ടാവാം, ബെൻസോ പൈറിനെ പോലെയുള്ള ലാർജ് ഹൈഡ്രോ കാർബൺ ആഡ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു ലെഷൻ ആവാം. അതല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ച തൈമിൻ ഡൈമർ ഫോം ചെയ്യുന്നതുകൊണ്ടാവും. എന്തായാലും ഒരു മൾട്ടി എൻസൈം കോംപ്ലക്സ് ഉണ്ട്, അതിന് എൻഡോന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് അത് കട്ട് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് DNA പോളിമറേസ് ആൻഡ് ലിഗേസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, DNA പോളിമറേസ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അങ്ങനെ അത് സിന്തസൈസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കും. അപ്പോൾ നമുക്ക് ആ സ്ട്രക്ചറിൽ നോക്കി കാണാൻ പറ്റും, അവിടെ ഷുഗർ ഫോസ്ഫേറ്റ് ഷുഗർ ബാക്ക് ബോൺ ഉണ്ട്. അതുപോലെ തന്നെ തൈമിൻ ഷുഗർ ഫോസ്ഫേറ്റ് ഷുഗർ ബാക്ക് ബോൺ കാണുന്നു, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള തൈമിൻ അഡിനൈൻ കാണുന്നത്. ഒരു അറിയാത്ത ആൾക്കാർക്ക് ഒന്നും കൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഡബിൾ ബോണ്ട്, അതുപോലെ തന്നെ ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ ആ സ്ട്രക്ചറാണ്, ടോട്ടൽ സ്ട്രക്ചറാണ്. ഇതിൽ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ, ഷുഗർ ഫോസ്ഫേറ്റ്, അതിൽ നൈട്രജൻ ബേസുകൾ നിൽക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ടോട്ടൽ സ്ട്രക്ചർ നമുക്ക് കാണാം. ഷുഗർ ഫോസ്ഫേറ്റ്, ഇവിടെ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ, അതിൽ നൈട്രജൻ ബേസുകൾ. ഓക്കെ, ATCG ബേസ് പെയറുകൾ, അതിന് ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണുകൾ, അതിനെ കണക്ട് ചെയ്യുന്ന നൈട്രജൻ ബേസുകൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പിക്ചറിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ, ഇതാണ് നൈട്രജൻ ബേസുകൾ. ഓക്കെ,
അവർ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടുകൾ റിയാക്ഷനൊക്കെ കൃത്യമായിട്ട് അറിയണം. ഇതാണ് ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ. നൈട്രജൻ ബേസുകൾ കണക്ട് ചെയ്യുന്ന നൈട്രജൻ ബേസുകൾ ഇവിടെ. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ ഉണ്ടാവണം, എന്നാലേ ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഇനി നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു പിക്ചറാണ് ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ. അവിടെ ഇവിടെയാണ് ആ ഡാമേജ്ഡ് സൈറ്റ് കാണിച്ചിരിക്കുന്നത്. ദെൻ അവിടെ ഒരു നിക്ക് 2 സൈഡും കട്ട് ചെയ്തിട്ട് ആ ഭാഗം മുറിച്ച് കളയുന്നു. ഈ ഭാഗം മുറിച്ച് കളഞ്ഞ് അവിടെ ഫ്രീ ആവുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മൾട്ടി എൻസൈം കോംപ്ലക്സ് വിച്ച് ഹാവ് എൻഡോന്യൂക്ലിയസ് ആക്ടിവിറ്റി. ഓക്കെ, അങ്ങനെ ക്ലീവ് ചെയ്ത് കളയുന്നു. എന്നിട്ട് അതിന് പകരം DNA പോളിമറേസും DNA ലിഗേസും കൂടിയിട്ട് ബാക്കി ഭാഗം ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നു. DNA പോളിമറേസ് ആഡ് ചെയ്യുന്നു, ഫൈനൽ ജോയിൻ ചെയ്യുന്ന ആൾ DNA ലിഗേസ്. ഇതാണ് മെക്കാനിസം ഓഫ് ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ. എക്സാമ്പിൾ ഫോർ ഡിഫക്റ്റീവ് ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ മെക്കാനിസം ഇൻ ഹ്യൂമൻ. ഇത് അത്ര നിർബന്ധമില്ല, പഠിക്കണം. കൂടുതലായിട്ട് പോയിന്റ് ഏതെങ്കിലും വിധത്തിൽ എസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം. നോർമലി 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ ഇതിൽ റിപ്പയർ മാത്രമേ നമ്മുടെ സിലബസിലുള്ളൂ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ജസ്റ്റ് പഠിച്ചു വയ്ക്കാം. ഇൻ ഹ്യൂമൻ ഇൻഡിവിജ്വൽ വിത്ത് ജനറ്റിക് ഡിസീസ് സീറോഡെർമ പിഗ്മെൻറ്റോസം ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഡിഫക്റ്റീവ് ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ. ഓക്കെ, here NER requires at least 7 different gene products. ഓക്കെ, അപ്പോൾ ഈ NER എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ബീങ്ങിൽ ഒരു മിനിമം ഒരു 7 ഡിഫറെൻറ്റ് ജീൻ പ്രൊഡക്ട്സ് ഉണ്ടാവണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ജീൻ അവിടെ മിസ്സിങ് ആയി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഡിസീസാണ് സീറോഡെർമ പിഗ്മെൻറ്റോസ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ നടക്കില്ല. ഏതെങ്കിലും ഒരു ജീൻ പ്രൊഡക്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ നടക്കില്ല. ഓക്കെ, സച്ച് ഇൻഡിവിജ്വൽ ഡെവലപ്പ് സിവിയർ സ്കിൻ ലെഷൻ ഇൻക്ലൂഡിങ് സ്കിൻ ക്യാൻസർ. Okay, because of the accumulation of pyrimidine dimer in cells that are exposed to sunlight. അപ്പോൾ ഇത്രയുമാണ് ഈ 3 എണ്ണം നമുക്ക് പഠിക്കാനുള്ളത്. ബേസ് എക്സിഷൻ റിപ്പയർ തൊട്ടുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം.